തൊമ്മൻകുത്ത് വാട്ടർഫോളിൽ ആർമാദിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. ഈ ഒരു കിടിലൻ വ്യൂ പോയിന്റ് കാണാനാണ്. വണ്ണപ്പുറം വ്യൂ പോയിന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ആ തൊമ്മൻകുത്ത് വാട്ടർഫോളിൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐകാർഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരിക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കുന്ന മറ്റൊരു ഗംഭീര സ്പോട്ട് തന്നെയാണ് ഈ വണ്ണപ്പുറം വ്യൂ പോയിൻ്റ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് തൊമ്മൻകുത്തിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന സ്ഥലം കൂടിയായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വ്യൂ പോയിൻ്റ്. ചിലരിതിനെ കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് എന്നുകൂടി പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ആ കോട്ടപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഈ വണ്ണപ്പുറം വ്യൂ പോയിന്റ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. തൊമ്മൻകുത്തിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ വെറും 4, 5, 6 കിലോമീറ്റർ മാത്രമേ ഈ സ്പോട്ടിലേക്കുള്ളൂ. ഇതും ഇടുക്കിയിൽ തന്നെ ഉള്ളതാണ്. തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 18 or 20 കിലോമീറ്റർ ഉണ്ടാകാം. ഈ ഒരു വ്യൂ പോയിന്റ് അധികം ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അത്ര ഒരു ക്രൗഡൊന്നും ഇവിടേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായിട്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മളവിടെ ആ പാറപ്പുറത്തൊന്ന് ഇരുന്നാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ആ തണുത്ത കാറ്റേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കിടക്കാൻ തോന്നും. ഒന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മയങ്ങിപ്പോകും. വേറെ ആൾക്കാരുടെ ഒന്നും ബഹളമില്ലാത്തതുകൊണ്ട് യാതൊരുവിധ ശല്യവും നമുക്കില്ല. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ കിടക്കുമ്പോൾ ഒരുപാട് അറ്റത്തേക്ക് എഡ്ജിലേക്കൊന്നും പോയി കിടക്കാതെ ഒരല്പം ബാക്കിൽ കിടക്കാൻ, നിങ്ങളുടെ സേഫ്റ്റി കൂടി ശ്രദ്ധിച്ച് ഒരല്പം കൂടി ബാക്കിലേക്ക് ഇറങ്ങി കിടക്കാൻ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ വരുന്നത് കപ്പിളായിട്ടായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഫുൾ ഫാമിലി ആയിട്ടായാൽ പോലും യാതൊരുവിധ കുഴപ്പമില്ല. എല്ലാവർക്കും ഒരേപോലെ, പ്രത്യേകിച്ച് കുട്ടികൾക്കായാൽ കൂടിയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണിത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് മുഴുവൻ പച്ചപ്പും, അങ്ങ് കണ്ണെത്താ ദൂരത്ത് മലനിരകൾ നല്ല കടും നീല നിറത്തിലും, അങ്ങ് മുകളിൽ ആകാശം ഇളനീല നിറത്തിലും, ഇങ്ങനെ ഒരു കളറിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ കാണുമ്പോൾ നമ്മളുടെ കണ്ണിന് കിട്ടുന്ന ആ ഒരു കുളിർമ, അത് കണ്ടറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അനുഭവം എന്താണ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഈ വണ്ണപ്പുറം വ്യൂ പോയിന്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു ഗംഭീര സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അഥവാ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ കൊച്ചു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. അപ്പോൾ ഇതിൽ മനോഹരമായ മറ്റൊരു വിശേഷവുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.